ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ മലബാർ സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു മീൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇത്താന്ന് മീൻ ബിരിയാണി ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബിരിയാണി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മീനിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 2 ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ അളവിൽ വരെ കുരുമുളക് പൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, 1 ടീസ്പൂണാണ്. നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരാണ്. പിന്നെ നമ്മളിതിലേക്ക് ഈ മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലതുപോലെ ഒന്ന് കൈവച്ച് ഇങ്ങനെ തിരുമ്മി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല എന്തെന്ന് വെച്ചാൽ നമ്മൾ മീനിലേക്ക് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീനെന്ന് പറയുന്നത് ആവോലി മീനാണ്. 1/2 കിലോൻ്റെ അടുത്ത് ഒക്കെ ഉണ്ട് കേട്ടോ മീൻ. അപ്പം നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. പൊതുവെ ദശക്കട്ടിയുള്ള മീനുകൾ, ഇതുപോലെയുള്ള മീനുകളാണ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ കറി പീസ് പോലെയല്ല, നമ്മൾ ബിരിയാണി പീസുമായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ ബിരിയാണി വെക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി അത്ര നന്നായിട്ടുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ബിരിയാണിയിലേക്കുള്ള പിസ്ത, അതുപോലെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇവിടെ ഞാനൊരു ക്യാരറ്റിൻ്റെ ചെറിയൊരു പീസസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ആ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഷ് ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ അടികട്ടിയുള്ള പാത്രം എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഞാനിപ്പം ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഈ മീൻ ബിരിയാണിക്ക്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല. അതിൻ്റെ ആ മസാലയുടെ കൊത്തൊക്കെ മാറി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പം ഇതിങ്ങനെ ഒരുപാട് പഴകിയ പാത്രവും നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാൻ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതുപോലെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മീനൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് തന്നെ അതിൽ കുറച്ചൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ എണ്ണ വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എണ്ണ ചേർക്കുന്നത്. അപ്പോൾ മീൻ പൊടിഞ്ഞു പോകത്തുമില്ല. നമുക്ക് ബാക്കിയുള്ള എണ്ണയിലും മസാല വഴറ്റിയെടുക്കാനും പറ്റും. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 വലിയ സവാളയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. നമ്മൾ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. 2 എണ്ണം മതി. ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ മീൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഓവർ മസാലകളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനൊരു ഗോൾഡൻ ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നാടൻ തക്കാളിയാണ് കേട്ടോ. നാടൻ തക്കാളിയാണ് ഇതിലേക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മസാലപ്പൊടിയാണ് 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബിരിയാണി മസാല പൗഡറാണ് 1 ടീസ്പൂൺ, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇതിൽ മസാലയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഫിഷിൽ നമ്മൾ എപ്പോഴും മസാല കുറച്ചിടാനേ പാടുള്ളൂ കേട്ടോ. ഫിഷിൽ മസാല ഒരുപാടായി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല. ഇനി ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ തൈരാണ്. ഇത് നല്ല കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ പുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ 2 ബദാമും 2 അണ്ടിപ്പരിപ്പും കൂടെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്.
അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് ചേർത്താലും മതി കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഓപ്ഷണലാണ്, നിങ്ങളിങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഈ ഒരു അണ്ടിപ്പരിപ്പ് ബദാം പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മീനാണ്. മീനകത്ത് കുറച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്, പൊരിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ മീനിൻ്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഈ മീനൊന്ന് നല്ലപോലെ അടച്ച് വെച്ച് നമുക്ക് ഈ മസാലയിൽ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം കേട്ടോ. അത് ഉടഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല, കാരണം ആ മസാലയ്ക്ക് മീനിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ആ മീനൊക്കെ വെന്ത് ഉടഞ്ഞ് ആ മസാലയിലൊക്കെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് മീൻ ചേർത്തിട്ടുണ്ടെന്ന് തന്നെ കാണാനൊന്നും പറ്റില്ല, ആ രീതിയിലാണുള്ളത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലും ചേർത്ത് കൊടുക്കാം. അത് ഒരുപാട് ചേർക്കേണ്ട, ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഈ മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാല കുറച്ചൊരു വെള്ളത്തിൽ, ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ചൊരു വെള്ളം കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മസാല നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ, അടച്ച് വെച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫിഷ് ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. ഞാൻ നേരത്തെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്തത്. റൈസിന് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്ക, ഗ്രാമ്പൂ, പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയാണ്, മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ പച്ചമുളക് ചതച്ചതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കെറ്റിൽ വെള്ളം അളന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വെള്ളം തിളയ്ക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ അത് നമുക്ക് ലാഭിക്കാൻ പറ്റും, ഗ്യാസും നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് അപ്പം തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്നു കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യണം, ആ രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ അരി കഴുകുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് കൈമ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം തിളച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കുന്ന ആ സമയം കൊണ്ടാണ് നമ്മൾ അരി കഴുകി എടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ അരി കഴുകി വെക്കാൻ പാടില്ല, അരി കുതിർന്നു പോവും. അപ്പോൾ ഇത് കുതിരേണ്ട ആവശ്യമില്ല, അത്ര വേവില്ലാത്ത അരി ആയതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക, നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ അരിയാണ്, ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിരിയാണി അരിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് കഴിക്കാം. നമ്മൾ മലബാറിലൊക്കെ നമ്മൾ പൊതുവെ ബിരിയാണി അരി, ഈ കൈമ ബിരിയാണി അരിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ അടിയിലുള്ള മുകളിലുള്ള അരി വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഒരു 100% നമ്മുടെ അരി കുക്കായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കുക്കായിട്ടില്ല, കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട് കേട്ടോ. ആ രീതിയിൽ വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യുന്ന പരിപാടികളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബിരിയാണിയുടെ പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അത് ചേർത്തതിന് ശേഷം നമ്മളൊരു 1/2 കപ്പോളം വെള്ളം, നമ്മൾ ഈ മസാലയുടെ പാത്രം കഴുകിയ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മീനുണ്ടല്ലോ, അത് നമുക്ക് ഈ മസാലയുടെ ഓരോ ഒന്ന് മുകളിലായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ, നമ്മൾ തയ്യാറാക്കി വെച്ച മസാല, അത് ഈ മീനിലൊക്കെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മളിതിന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തീയിൽ കിടന്നിട്ട് ആ ഫ്ലെയിം മസാല ഒക്കെ ഈ മീനിലേക്കൊന്ന് പിടിച്ച് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്തയും അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടല്ലോ അത് ആ മസാലേൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ റൈസ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് ഒരു ഫുള്ളായിട്ട് ഒന്ന് കുക്കായിട്ടുണ്ടാവില്ല, കുറച്ചൊരു വേവ് കുറവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് വെള്ളത്തിൻ്റെ അംശവും ഉണ്ട് കേട്ടോ ആ ചോറിനകത്ത്. അത് നമ്മൾ കിടന്ന് ആവിയിൽ കിടന്നത് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ബിസ്ത അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ 2 ലെയറായിട്ടാണ് ഞാൻ ചോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നിങ്ങനെ വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമപ്പൂവിൽ കലക്കിയിട്ടുള്ള പാലാണ് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഞാനൊരു 15 മിനിറ്റാണ് ചെയ്യുന്നത്. അടിയിൽ നല്ലൊരു തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മീൻ ആയതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് പിന്നെ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ദമ്മായ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. ആവി വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ തുറന്ന് നോക്കരുത്, കുറച്ച് ദമ്മിലൊന്ന് സെറ്റായിട്ട് ഇരിക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ ഫോയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി കവർ ചെയ്തിട്ട് ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചോറൊന്ന് മുകളിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ചോറ് സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് റാസാക്ക എന്നാണ് പറയുക കേട്ടോ. അതായത് നമ്മുടെ മലബാർ ബിരിയാണീൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ റാസാക്കൽ പരിപാടി. അത് അവസാനം ചോറും അതുപോലെ തന്നെ മീനിൽ ഇറങ്ങി വന്നിട്ടുള്ള ഫ്ലേവേഴ്സും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് ബിരിയാണീൻ്റെ ആ ഒരു റൈസിന് ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ, ആ റാസാക്കൽ പരിപാടി. അപ്പോൾ അതെന്തായാലും ചെയ്യാം. ഇനി ഇത് കണ്ടില്ലേ, ഈ മീൻ നമ്മൾ പൊടിയാതെ തന്നെ ഉടഞ്ഞു പോകാതെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്കിങ്ങനെ മീനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മസാലയിലൊക്കെ പൊതിഞ്ഞിട്ട് തന്നെ മീൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ മീനും അതുപോലെ തന്നെ മസാലയൊക്കെ ആക്കിയിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഇത് വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടും വെക്കാം കേട്ടോ മീൻ. ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് മസാല കണ്ടില്ലത്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റിലാക്കിയിട്ട് സെർവ് ചെയ്യുന്ന കൂടെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചോറുമായിട്ട് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് റാസാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ അത് ചെയ്തിട്ടുണ്ട് കണ്ടില്ല. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാനിപ്പോൾ ഇത് ഒരു വീഡിയോഗ്രാഫിക്കും ഫോട്ടോൻ്റെ ഭംഗിക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നേരെ ഈ പ്ലേറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്താണ് പൊതുവേ നമ്മൾ നാട്ടിലൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ ഒരു മീൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൈ ചെയ്തിട്ട് അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചോറ് സെർവ് ചെയ്യുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഫിഷും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അച്ചാറും പിന്നെ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് റസ്ന റെസിപ്പിയുടെ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി റസ്ന. അതുവരേക്കും ടാറ്റാ ബൈ.